സർവവല്ലഭൻ അങ്ങേ പോലൊരു ദൈവമില്ല. അങ്ങേ പോലൊരു എല്ലാ വാക്യങ്ങളും നമ്മളോട് സംസാരിച്ചു തന്നെയാണ്. നമുക്ക് അതിലെ ആ 29-ാമത്തെ വാക്യം നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. ആ 29-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മിക വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. അല്ലെ? ആദ്യം പറയുന്നത്, ആദ്യത്തെ വാക്യം ദൈവത്തിന്റെ കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന്. ഇവിടെ പറയുന്നത് എന്തിനെ കുറിച്ചാണ് പറയുന്നത്? നമ്മുടെ വാക്കിനെ കുറിച്ചല്ലേ ആണ്. നമ്മുടെ വാക്ക് ആദ്യം പറയുന്നതിൽ തന്നെ പറയുന്നത് കൃപ ലഭിക്കേണ്ടതിന്, അല്ലേ? നമ്മുടെ വാക്ക് എങ്ങനെയുള്ള വാക്കായിരിക്കണം? കൃപയോടുകൂടിയ വാക്ക്. എന്താണ് വാക്ക്? നമ്മൾ വാക്ക് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഉള്ളിൽ വരുന്ന ചിന്ത എന്തായിരിക്കും? നിങ്ങൾ ഒരു ഡെഫിനിഷൻ പോലെ വാക്ക് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ആദ്യം ഉള്ളിൽ നമ്മുടെ ചിന്തയിൽ വരിക? ഞാൻ ഈ വചനം വായിച്ചപ്പോൾ എനിക്ക് ആദ്യം ഉള്ളിൽ വന്ന ചില ചിന്തകളുണ്ട്. എന്താണ് വാക്ക്? നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത് തന്നെയാണ്. നമ്മൾ വായിക്കുമ്പോഴും നമ്മൾ പറയുന്നതിലും ഒക്കെ നമ്മുടെ വായിൽ നിന്ന് ഇപ്പോഴും വരുന്ന ഒരു വേർഡ് തന്നെയാണ് വാക്ക് എന്ന് പറയുന്നത്, അല്ലേ? എന്താണ് വാക്ക്? വാക്ക് നമ്മൾ എപ്പോഴും നമ്മുടെ വായിൽ നിന്ന് വരുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. നമ്മൾ സംസാരിക്കുമ്പോൾ, ഞാൻ സംസാരിക്കുന്നത് കൂടുതലും നമ്മൾ ആത്മകഥം പറയാറുണ്ട്. ആത്മകഥം പറയുന്നതിനേക്കാളും കൂടുതൽ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന എന്താണ്? നമ്മൾ മറ്റൊരാളോട് സംസാരിക്കുന്നതിൽ നമ്മൾ വായിൽ നിന്ന് വരുന്ന വാക്ക് എന്ന് പറയുന്നത്. അപ്പൊ കൂടുതൽ ഒരു ദിവസം നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ കൂടുതലും നമ്മൾ സംസാരിക്കുന്ന മറ്റുള്ളവർക്ക് വേണ്ടി തന്നെയല്ലേ? ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്ക് കൃപയോട് കൂടിയതായിരിക്കണം. വാക്കിന്റെ ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാവോ? ആ വാക്ക് എന്ന് പറയുന്നത് നമുക്കൊരു വ്യക്തിയെ സമാധാനിപ്പിക്കാനും കഴിയും, നമുക്കൊരു മനുഷ്യനെ കുത്തി നോവിക്കാനും കഴിയും, അല്ലെ? തളർന്നിരിക്കുന്ന ഒരു വ്യക്തിയോട് ഞാൻ ചെന്ന് കുറച്ച് സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാം. ചില സാഹചര്യത്തില് ചിലപ്പോൾ നമ്മളൊരു മരണ വീട്ടിലോ ഒക്കെ ചെല്ലുമ്പോൾ ചിലപ്പോൾ നമുക്ക് നമ്മുടെ വായിൽ നിന്നൊരു വാക്കും വന്നില്ല എന്ന് വരും, അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ചെന്നൊന്ന് തോളൊന്ന് തട്ടുകയോ, അല്ലെ, ഒന്ന് നമ്മൾ അവരെ ഒന്ന് നോക്കുകയോ, ഒന്ന് ആശ്വസിപ്പിക്കുകയോ, നമ്മുടെ നോട്ടം കൊണ്ടോ നമ്മുടെ ഒരു തലോടൽ കൊണ്ടോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പറ്റും. അതിനേക്കാളും ഉപരി നമ്മളൊന്ന് തളർന്നിരിക്കുമ്പോൾ, നമ്മളൊന്ന് വിഷമിച്ചിരിക്കുമ്പോൾ പോവട്ടെ, ഒത്തിരി വാക്കൊന്നും പറയണ്ട, അല്ലെ, പോട്ടെ എന്നൊരു വാക്ക് ഒരു വ്യക്തി നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളോട് ഒരാൾ നന്നായിട്ട് വഴക്ക് വെച്ച്, പ്രത്യേകിച്ച് നമ്മുടെ കൂടുതലും വഴക്ക് വയ്ക്കാൻ നമ്മൾ പുറത്ത് പോയി സാധാരണ ആരുടെടുത്തും വഴക്ക് വെക്കാറില്ല. നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരോടായിരിക്കും കൂടുതലും വഴക്ക് വെക്കുക, അല്ലെ? പുറത്ത് പോയി നമ്മൾ സാധാരണ ദൈവമക്കളായതുകൊണ്ട് തന്നെ നമ്മൾ പുറത്ത് ആരെങ്കിലും നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് തിരിച്ചൊന്നും പറയില്ല, നമ്മൾ മിണ്ടാതെ ഇങ്ങ് പോകും. പക്ഷെ നമ്മുടെ വീട്ടിൽ നമ്മൾ നമ്മളെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? തിരിച്ച് പറയും. ആ സമയത്ത് നമ്മൾ തിരിച്ച് പറഞ്ഞു എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നമ്മുടെ പാർട്ണറായിരിക്കും, നമ്മുടെ ഭർത്താവോ അല്ലെങ്കിൽ മക്കളോ ഒക്കെ ഇങ്ങനെ എന്തെങ്കിലും അവരെ പെട്ടെന്ന് ദേഷ്യത്തിന് എന്തെങ്കിലും പറഞ്ഞിട്ട് പോട്ടമ്മ അല്ലെങ്കിൽ പോട്ടടി എന്ന് ഒരു വാക്ക് പറഞ്ഞാൽ, എത്രയോ വാക്കുകൾ നമ്മളെ കുത്തി വേദനിപ്പിച്ചെങ്കിലും ആ പോട്ടെ സാരമില്ല എന്നൊരു വാക്ക് എന്ത് ആശ്വാസമായിരിക്കും നമ്മുടെ ഉള്ളിൽ പകരുന്നത്, ഇല്ല? ഒരു വാക്കിന് ഇത്രയും ആശ്വാസം പകരാനായിട്ട് കഴിയുമോ? കഴിയും. അതാണ് ആ വാക്കിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മൾ എങ്ങനെയാണ് രക്ഷിക്കപ്പെട്ടത്? ഞാൻ പാപിയാണ്, എന്റെ പാപത്തിന് വേണ്ടിയാണ് ക്രിസ്തു കാൽവരിയിൽ മരിച്ചതെന്ന് ഞാൻ എന്റെ ഹൃദയത്തിൽ വിശ്വസിച്ച് വായ കൊണ്ട്, അല്ലെ, ഈ വാക്കുകളെ ഞാൻ ഏറ്റു പറഞ്ഞ് അപ്പോഴാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്, അല്ലെ? അപ്പൊ ആ രക്ഷയുടെ സ്ഥാനത്ത് പോലും ഇത്രയും വലിയൊരു ഗിഫ്റ്റാണ് എന്റെ രക്ഷ എന്ന് പറയുന്നത്, അല്ലെ? എന്റെ ജീവിതത്തില് ഞാൻ എന്റെ ഭൂമിയില് ചിലപ്പം ദൈവത്തിന് മുന്നേ വചനം പറയുന്ന പോലെ എന്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ എന്റെ ദൈവം എന്നെ പേര് കൊണ്ട് വിളിച്ച്
പക്ഷെ ഞാൻ അത് തിരിച്ചറിഞ്ഞത് ചിലപ്പോൾ എന്റെ 20-ാമത്തെ വയസ്സിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു 25-ാമത്തെ വയസ്സിലായിരിക്കാം, 32-ലായിരിക്കാം. പക്ഷെ ആ സമയത്ത് ഞാൻ എന്റെ രക്ഷയെ ഏറ്റു പറഞ്ഞ ആ വാക്കുകളിലൂടെയാണ്. നമ്മളെ സമാധാനിപ്പിക്കാൻ, രക്ഷയെ പകരാനായിട്ട്. അതുപോലെ ഈ വാക്കുകളിലൂടെയല്ലേ നമ്മുടെ ഫീലിങ്സിനെ നമ്മൾ സംസാരിക്കുന്നത്, ദൈവത്തോട് പ്രാർത്ഥനാ രൂപത്തിൽ നമ്മൾ എത്തിക്കുന്നത്. ഈ പ്രാർത്ഥനാ രൂപത്തിൽ നമ്മൾ വാക്കുകളിലൂടെ ദൈവത്തിന്റെ നമ്മുടെ വാക്കുകളെ പകരുന്നുണ്ട്. ഇതേ വാക്കുകൾ ഉപയോഗിച്ച് തന്നെയാണ് ഞാൻ എന്റെ സഹോദരനെ കുത്തുന്നത്, അല്ലെ? നമ്മുടെ വാക്കുകൊണ്ട് എത്രയോ പേര് വേദനിച്ചിട്ടുണ്ടാവും. സത്യം, ഞാൻ അറിയാതെ, മനസ്സിൽ പോലും ചിന്തിക്കാതെ എടുത്ത് പെട്ടെന്ന് പറയുന്ന വാക്കുകൾ മൂലം എത്ര പേര് ഹേർട്ടായിട്ട് വിഷമിച്ചിട്ടുണ്ട്. നമ്മൾ പോലും തിരിച്ചറിയാറില്ല ഞാൻ പറഞ്ഞ വാക്കുകൊണ്ട് ആ വ്യക്തി വേദനിച്ചോ ഇല്ലയോ എന്ന് പോലും. പക്ഷെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നീ അങ്ങനെ പറഞ്ഞത് എനിക്ക് വിഷമമായി എന്ന് പറയുമ്പോഴായിരിക്കും ചിന്തിക്കുന്നത്, വിഷു ഞാൻ ഇങ്ങനെയാണല്ലോ പെട്ടെന്ന് പറഞ്ഞത്. ദൈവവചനം യാക്കോബിന്റെ ലേഖനത്തിൽ പോലും പറയുന്നു, കേൾക്കാൻ സാവധാനതയും പറവാ സാവധാനതയും കേൾപ്പാൻ വേഗതയും നമുക്ക് വേണമെന്ന്. നമ്മൾ അതിനെ കേട്ടിട്ട് നമ്മൾ സംസാരിക്കുക. നമ്മുടെ വാക്കുകളെ നമ്മൾ ഒരു വ്യക്തിയോട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഒരു ദിവസം സ്ത്രീകളെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ പുരുഷന്മാരെക്കാളും കൂടുതൽ വാക്കുകൾ ഉപയോഗിക്കുന്നത് സ്ത്രീകളാണ്. ആ സ്ത്രീകൾ കൂടുതൽ സംസാരിക്കുന്നത്, നമ്മുടെ ദൈവമക്കളാണെങ്കിൽ പോലും നമ്മൾ സഭയിൽ സംസാരിക്കുന്നേക്കാൾ, അല്ലെങ്കിൽ ദൈവമക്കളോട് സംസാരിക്കുന്നതിനേക്കാളും കൂടുതൽ ലോകത്തിലായിരിക്കും, നമ്മൾ ജോലി സ്ഥലത്തായിരിക്കാം, നമ്മളായിരിക്കുന്ന ചിലപ്പോൾ ചുറ്റുപാടിലുള്ള ആൾക്കാരോടായിരിക്കാം. നമ്മൾ എത്ര വാക്കുകൾ കൊണ്ട് നമ്മുടെ ദൈവത്തെ നമ്മൾ ആ സാഹചര്യത്തിൽ മഹത്വപ്പെടുത്തുന്നുണ്ട്. എന്റെ വാക്കിലൂടെ എന്റെ ദൈവത്തെ എത്ര വ്യക്തികൾ അറിഞ്ഞു. ഞാൻ കുട്ടികളെ പഠിപ്പിക്കുന്നതായോണ്ട് ഞാൻ എന്റെ പിള്ളേരോട് ഞാൻ പറയും, കുഞ്ഞിനി മാഷ് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഞാൻ എപ്പോഴും പറയാറുണ്ട്. കുഞ്ഞിനി മാഷ് ഇങ്ങനെ പറഞ്ഞ്, മോനെ നീ ഒന്ന് സംസാരിച്ച് ഞാൻ നിന്നെ ഒന്ന് കാണട്ടെ. ഒരു വ്യക്തി എന്നെ കാണുന്നത് എന്റെ ഫിസിക്കലി, എന്റെ മുഖഭാവമോ എന്റെ ആംഗ്യങ്ങളോ ഒന്നും കൊണ്ടല്ല ഒരു വ്യക്തി എന്നെ ഐഡന്റിഫൈ ചെയ്യുന്നത്. എന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൊണ്ടായിരിക്കും ആ വ്യക്തി എന്നെ തിരിച്ചറിയുന്നത്, ഞാൻ എങ്ങനെയുള്ള വ്യക്തിയാണ് എന്ന്. അല്ലെ? നമുക്കൊരു അന്യ സംസ്ഥാന തൊഴിലാളി പോകുന്നു, പെട്ടെന്ന് ചിലപ്പോൾ നമുക്ക് അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ ആരാണെന്ന് മനസ്സിലാകത്തില്ല. അദ്ദേഹം സംസാരിക്കുന്ന കേൾക്കുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുന്നത് ഇത് ഏത് ഭാഷക്കാരനാണെന്ന്, അല്ലെ? നമ്മളെ മറ്റുള്ളവർ ഐഡന്റിഫൈ ചെയ്യുന്നത് നമ്മുടെ വാക്കുകളിലൂടെയാണ്. നമ്മൾ ആയിരിക്കുന്ന സ്ഥലത്ത്, നമ്മുടെ ജോലി സ്ഥലത്ത്, നമ്മളായിരിക്കുന്ന ചുറ്റുപാടില്, നിങ്ങളുടെ അയൽവാസികളുടെ ഇടയിൽ നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്ക് മൂലം ഇവളൊരു ദൈവ പൈതലാണ് എന്ന് പറയുമോ? പറയണം. നമുക്ക് ചിലപ്പം അവരുടെ അടുത്ത് പോയിട്ട് ഈ ദൈവവചനം, കർത്താവ് എന്നെ രക്ഷിച്ചു എന്നും, അല്ലെങ്കിൽ എന്റെ ദൈവം എനിക്ക് വേണ്ടി കാൽവരിയിൽ യാഗമായി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവർക്ക് അത് എത്രത്തോളം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് ചിലപ്പോൾ നമുക്ക് അറിയത്തില്ല. പക്ഷേ അവര് നോക്കുന്നത് ആരെയെന്നറിയാമോ? അവരാദ്യം കാണുന്നത് ക്രിസ്തുവിനെയല്ല കാണുന്നത്, എന്നെയാണ് കാണുന്നത്. അവരാദ്യം തിരിച്ചറിയുന്നത് എന്നെ നോക്കിയിട്ട് എന്റെ വായിൽ നിന്ന് വരുന്നത് എന്തോ, അവരുടെ സംസാരത്തിൽ എന്തോ ഒരു വ്യത്യാസമുണ്ട്, അവരുടെ ജീവിത രീതിയിൽ എന്തോ ഒരു വ്യത്യാസമുണ്ട്, അവരുടെ വസ്ത്രധാരണ രീതിയിൽ എന്തോ ഒരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസത്തിൽ നിന്നായിരിക്കും അവരാരെ കാണുന്നത്? ക്രിസ്തുവിനെ തിരിച്ചറിയുന്നത്. നമ്മുടെ വാക്കിന് അത്രയും വിലയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴത്തേക്കും അവരെ വേദനിപ്പിക്കുന്ന വാക്കുകൾ നമ്മൾ ഇനിയെങ്കിലും പെട്ടെന്ന്, ഞാൻ ഇത് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഇത് എൻ്റെ അടുത്ത് ഇടപെട്ട കാര്യം തന്നെയാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത്. നമ്മൾ അറിയാതെ പോലും പെട്ടെന്നുള്ള എടുത്തുചാട്ടത്തിൽ സംസാരിക്കുന്ന ചില വാക്കുകളുണ്ട്. അത് മറ്റുള്ളവരെ നമുക്ക് പറയാൻ പറ്റത്തില്ല വേദനിപ്പിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അതുകൊണ്ട് നമ്മൾ പറയുന്നതിന് മുന്നേ ഒന്ന് ചിന്തിക്കുക, ഞാൻ ഈ പറയുന്ന വാക്ക് എന്താണ്? ഈ വാക്ക് കൊണ്ട് ഒരു മനുഷ്യന്റെ ഹൃദയത്തെ എനിക്ക് എന്തുമാത്രം നോവിക്കാൻ കഴിയും? അതുപോലെ തളർന്നിരിക്കുന്ന ഒരു മനുഷ്യനോട് ചെന്നിട്ട് ആ സമാധാനത്തിന്റെ ലാവണ്യ വാക്കുകളെ പറയാനായിട്ട് എനിക്ക് കഴിയുമോ? നമ്മൾ സുവിശേഷം പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് അവിശ്വാസികളോട് ചെന്ന് പെട്ടെന്ന് കാണുന്ന ഒരാളിൻ്റെ അടുത്ത് നമ്മുടെ ആ വാക്കുകളിലൂടെയാണ് ക്രിസ്തുവിനെ അവരാദ്യം കാണുന്നത്, അല്ലേ? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ആദ്യം കൊണ്ടുവന്ന് ബൈബിൾ അവരുടെ കയ്യിൽ കൊടുത്തിട്ട് വായിപ്പിക്കാനായിട്ട് പറ്റത്തില്ല. ക്രിസ്തുവിനെ കുറിച്ച് പറയാനായിട്ട് നമുക്ക് അതിന് സാവധാനം വേണ്ടി വരും. പക്ഷേ നമ്മുടെ വാക്കുകൾ, നമ്മൾ അവരോട് ചെന്ന് എത്ര സൗമ്യതയോടുകൂടി നമ്മുടെ ആ പെരുമാറ്റത്തിലൂടെ നമ്മുടെ ആ വാക്കുകളെ നമ്മൾ അവർക്ക് പകർന്നു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ആശ്വാസം മതി. ഞാൻ ഒത്തിരി തളർന്നിരുന്ന സമയത്ത് ഒരു വ്യക്തി എന്നോട് പറഞ്ഞ്, പക്ഷെ ദൈവത്തെ അറിഞ്ഞ ആളല്ല, ആളെന്നോട് പറയുവാണ്, ഈ ദിനവും കടന്നു പോകുമെന്ന്. ഒത്തിരി വർഷങ്ങളായി എൻ്റെ അടുത്ത് പറഞ്ഞിട്ട്, പക്ഷെ ഇപ്പോഴും ആ വാക്ക് എൻ്റെ ഹൃദയത്തിലുണ്ട്. കാരണം എന്തുകൊണ്ടാണ്? ആ ഒരൊറ്റ വാക്ക് എന്നെ ഒത്തിരി ആശ്വസിപ്പിച്ച്. അതുപോലെ നമ്മൾ പലപ്പോഴും പല സാഹചര്യങ്ങളിലും നമ്മൾ ഈ സഭയ്ക്കകത്ത് പോലും ഇരിക്കുക, ചിലപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് മാറിപ്പോകേണ്ട പല സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. അങ്ങനെ വന്നിട്ടില്ല എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. വേണ്ട, എനിക്കിനി വയ്യ, ഞാനിനി ദൈവത്തിന് ഞാൻ പ്രാർത്ഥിക്കുന്നില്ല, ഞാനിനി ദൈവവചനം വായിക്കുന്നില്ല, ഞാൻ സഭയിലേക്ക് പോകുന്നില്ല എന്ന് തീരുമാനം എടുത്ത എത്രയോ വ്യക്തി ഞാൻ പല പ്രാവശ്യം എടുത്തിട്ടുണ്ട്. ഞാൻ ഇനി വായിക്കുന്നില്ല, എനിക്ക് ദൈവം പറയുന്ന കേൾക്കണ്ട എന്നൊക്കെ പെട്ടെന്ന് ഞാൻ എൻ്റെ വായിൽ നിന്ന് വാക്ക് കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ വാക്ക്
ഞാൻ ഏത് സെൻസിൽ പറഞ്ഞു എന്ന് എന്റെ ദൈവം എടുത്തത് കൊണ്ടാണ് ഞാൻ ഇന്നും നിലനിൽക്കുന്നത്, അല്ലേ? പക്ഷെ ആ സാഹചര്യത്തിലും ദൈവത്തിന്റെ വാക്കാണ് എന്നെ ആശ്വസിപ്പിച്ച് വീണ്ടും ദൈവത്തിൽ നിലനിർത്തിയിരിക്കുന്നത്. എത്രയോ വാക്കുകൾ ദൈവം നമ്മളോട് ദൈവം നമുക്ക് വാഗ്ദത്ത രൂപത്തിൽ തന്നിട്ടുണ്ട്. നമ്മളെ ആശ്വസിപ്പിച്ച വാക്കുകള്, നമ്മളെ കറക്റ്റ് ചെയ്ത വാക്കുകള്, അല്ലേ? ആ ദൈവം നമ്മൾ ഇങ്ങനെ പറഞ്ഞപ്പോഴും ഞങ്ങളെ ആശ്വസിപ്പിക്കാനുള്ള വാക്കുകളെയാണ് ദൈവം പകർന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ ഇട്ടുകൊടുക്കുന്ന വാക്കുകൾ എങ്ങനെയുള്ളതായിരിക്കും? ആശ്വാസം പകരുന്ന വാക്കുകളായിരിക്കുമോ? നമുക്ക് തെറ്റുകൾ വരത്തില്ല എന്നല്ല, നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് നമ്മുടെ വായിൽ നിന്ന് അങ്ങനെ ചിലപ്പോൾ വന്നു പോയും ഇരിക്കും. ആ വ്യക്തിയോട് തന്നെ സോറി, ഞാൻ പറഞ്ഞത് എന്റെ അടുത്തൊന്ന് ക്ഷമിക്കണേ, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആ മനുഷ്യന്റെ മുറിവ് ഉണങ്ങുമായിരിക്കാം. അത് ആ മനുഷ്യൻ എടുക്കുന്ന സെൻസ് പോലെ ഇരിക്കും. എങ്കിലും നമുക്ക് അങ്ങനെ പറയാനായിട്ട് കഴിയോ? നമ്മൾ എത്രത്തോളം നമ്മുടെ വാക്കുകൊണ്ട് മറ്റുള്ളവരെ സമാധാനിപ്പിക്കാൻ കഴിയും? തളർന്നിരിക്കുന്ന ഒരു മനുഷ്യന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു ഇതാണ് നമ്മുടെ സമയവും നമ്മുടെ വാക്കുകളും. ചിലപ്പോൾ നമ്മുടെ ഒരു വാക്കായിരിക്കും ആ മനുഷ്യൻ അവിടെ എഴുന്നേൽക്കാനായിട്ട് ഇടവരുത്തുന്നത്. അതുപോലെ നമ്മളും പ്രാർത്ഥിക്കുക. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിക്കാറുണ്ട്. ദൈവം ഇന്ന് എനിക്ക് അവിടെ പോകണം, ഇവിടെ പോകണം, ഇന്ന കാര്യങ്ങളുണ്ട്, നമ്മൾ പേഴ്സണലി ആവശ്യങ്ങൾ പറയാറുണ്ട്. നമ്മൾ ഇനി മുതൽ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിക്കുക, ദൈവമേ എൻ്റെ വാക്കുകൾ കൊണ്ട് ഒരു മനുഷ്യൻ ഇന്നത്തെ ദിവസം വേദനിക്കാനിടയാകരുതേ ദൈവമേ എന്ന്, അല്ലേ? ദൈവം നമുക്ക് തന്നിരിക്കുന്നത് ഇങ്ങനെയുള്ള വാക്കാണ്, നാവാണ് തന്നിരിക്കുന്നത്. ക്രിസ്തുവിന്റെ നാവിനെയാണ് നമുക്ക് തന്നത്. ഇതിനെ തൊട്ട് താഴോട്ട് വായിക്കുമ്പോൾ പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവിനെ എന്ത് ചെയ്യുന്നു? വേദനിപ്പിക്കുന്നു എന്ന്. നമ്മുടെ വാക്കുകൾ കൊണ്ട് നമ്മൾ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കാൻ നമുക്ക് കഴിയോ? നമ്മൾ ചുവല്ലാത്ത വാക്കുകളെ പറയുമ്പോൾ പരിശുദ്ധാത്മാവ് വേദനിക്കുന്നുണ്ടോ? നമ്മൾ പറയുന്നത് കർത്താവ് കേൾക്കുന്നുണ്ടോ? ഉണ്ട്. ജൂഡിച്ചേട്ടൻ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്നതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു തന്നല്ലേ? എങ്ങനെയാണ് നമ്മുടെ വാക്കുകൾ കൊണ്ട് നമ്മൾ പറയുമ്പോൾ നമ്മൾ ആ മനുഷ്യനെ വേദനിപ്പിക്കുന്നതിനേക്കാളും ഉപരിയായിട്ട് നമ്മൾ ആരെ വേദനിപ്പിക്കുന്നുണ്ട്? ക്രിസ്തുവിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മൾ വേദനിപ്പിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിലൊക്കെ പറയുന്നുണ്ട്, എന്താണ്? നമ്മൾ മനുഷ്യരോട് ചെയ്യുന്ന ലംഘനങ്ങളെ ക്ഷമിക്കും, പക്ഷെ പരിശുദ്ധാത്മാവിനോട് ചെയ്യുന്ന ലംഘനങ്ങളെയോ ദൈവം ക്ഷമിക്കുകയില്ല. ദൂഷണത്തെ പരിശുദ്ധാത്മാവ് ക്ഷമിക്കുകയില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ വിചാരിക്കും നമ്മുടെ വാക്കല്ലേ, നമ്മളത് അറിയാതെ വന്നു പോയതല്ലേ. പക്ഷേ ആ നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്ക് ആരെയെല്ലാം വേദനിപ്പിക്കുന്നുണ്ട്? മനുഷ്യനെയും വേദനിപ്പിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് രക്ഷ തന്ന, എനിക്ക് ജീവനെ തന്ന എൻ്റെ ദൈവത്തിന്റെ ആത്മാവിനെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? വേദനിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഇനിയുള്ള പ്രാർത്ഥനയിൽ ദൈവമേ എൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൊണ്ട് ആരും വേദനിക്കാനായിട്ട് ഇടയാകരുത്. ഒരു കാര്യോട് ഞാൻ പറയാം, നമ്മുടെ വാക്കുകൾ അധികരിക്കുന്നതിന്റെ വേറൊരു പ്രധാന കാരണമുണ്ട്. ഇങ്ങനെ പറയുന്നുണ്ട്, വാക്ക് പെരുകുന്നിടത്ത് ലംഘനം വരാതിരിക്കുമോ? ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. വാക്ക് പെരുകുന്നിടത്ത് ലംഘനം വരാതിരിക്കും. നമ്മൾ പെട്ടെന്ന് ഒരാളിനെ കണ്ടിട്ട് സുഖമായിട്ട് ഇരിക്കുന്ന എന്തുകൊണ്ട് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ കഴിഞ്ഞു. പക്ഷെ ആ മനുഷ്യനോട് നമ്മൾ ഇരുന്ന് കുറെ നേരം സംസാരിച്ച് ആദ്യം നമ്മുടെ പേഴ്സണലി ഉള്ള കാര്യങ്ങൾ സംസാരിക്കും. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും? നമുക്ക് സംസാരിക്കാൻ അടുത്ത വിഷയങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അല്ലേ? എൻ്റെ അടുത്ത് ഒരാൾ ഇതുപോലെ ഇങ്ങനെ പറയുണ്ടായി. നമ്മൾ തന്നെ എന്ത് ചെയ്യും? അവര് സുഖമായിട്ടിരിക്കുന്ന, ഇവര് സുഖമായിട്ടിരിക്കുന്ന, അവിടെ എന്തുണ്ട് വിശേഷം, ഇവിടെ എന്ത് ചോദിക്കുക, അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുന്നറിയാവോ? പല അസത്യങ്ങളെയും സത്യരൂപത്തിൽ അവർ നമുക്ക് പറഞ്ഞു തരും. പല അസത്യങ്ങളും നമ്മൾ കേട്ട് വെച്ചിരിക്കും. നമ്മൾ എന്ത് ചെയ്യും? അവർക്ക് സത്യരൂപത്തിൽ പറഞ്ഞു കൊടുക്കും. വാസ്തവത്തിൽ നമ്മളൊന്നും അറിയാത്ത കാര്യങ്ങളായിരിക്കും. വാക്ക് പെരുകുന്നിടത്ത് ലംഘനം വരാതിരിക്കുക. നമ്മുടെ വാക്കുകൾ എപ്പോഴെങ്കിലും നമ്മൾ ഒരു വ്യക്തിയോടുകൂടി സംസാരിക്കുമ്പോൾ പെരുകുന്നുണ്ടെങ്കിൽ അവിടെ ലംഘനം വരുന്നോ ഇല്ലയോ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കുക. കേട്ട വചനത്താൽ ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ.